തങ്ങൾ പറയുന്ന ഹദീസുകൾ മരണസമയത്ത് സുബ്ഹാനല്ലാഹ് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് സ്വാലിഹീങ്ങൾക്ക്. എന്നാൽ ദുഷിച്ച മനുഷ്യർക്കോ അവർക്ക് ഒരുപാട് മുസീബത്തുകളാണ്. പരിശുദ്ധ റമളാനിൽ വളരെ പ്രധാനമായി നമ്മൾ നിർവഹിക്കേണ്ട മറ്റൊരു കാര്യമല്ലേ, വലിയ അമലല്ലേ തിലാവത്തുൽ ഖുർആൻ. റമളാൻ മുന്നൊരുക്ക സംസാരം ഇവിടെ നടന്നു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇമാം സുയൂത്തി തങ്ങൾ അവിടുത്തെ ശർഹ് സുദൂറിൽ പറയുന്നു, യസീദ് ബിൻ അബി മൻസൂർ അന്ന റജുലൻ കാന യഖറഉൽ ഖുർആൻ فلما حضر جاءت ملائكة العذاب يقبضون روحه فخرج القرآن يا رب سكني الذي كنت أسكنتني فقال للقرآن مسكنه مسكنك. മരണം വരുമ്പോൾ ഖുർആൻ പാരായണം നിത്യമാക്കിയ മനുഷ്യനാണെങ്കിൽ മലക്കുകളെ മുമ്പിൽ നമ്മൾ ഓതുന്ന ഖുർആൻ പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് ഖുർആൻ പറയുന്നു, അല്ലാഹ് ഞാൻ ഇവന്റെ നാവിലൂടെ ധാരാളം കാലം താമസിച്ചല്ലോ, ഇവന്റെ ഹൃദയത്തിലും ഞാനുണ്ടല്ലോ. ഇപ്പം അല്ലാഹ് ഈ മനുഷ്യനെ നീ മരിപ്പിക്കുകയാണല്ലോ. അതുകൊണ്ട് ഞാൻ എവിടെയാണ് ഇനി താമസിക്കേണ്ടത്? ഖുർആനിനോട് അല്ലാഹുവിന്റെ മറുപടി, ഈ മനുഷ്യനെ താമസിക്കാൻ ഒരുക്കപ്പെട്ട ഖബറില്ലേ, ആ ഖബറിൽ നീ പോയി താമസിച്ചോ. ഉമ്മമാരെ, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ ചരിത്രം അറിയാവുന്നതാണ്, ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. നഫീസ ഉമ്മ വഫാത്തായപ്പോൾ അവിടുത്തെ ഭർത്താവ് ജന്നത്തുൽ ബഖീയിലേക്ക് അവിടുത്തെ ജനാസ കൊണ്ടുപോവാൻ തീരുമാനിക്കുകയാണ്. മദീന മുനവ്വറയിൽ നിന്ന് വന്നവരാണ് നഫീസ ഉമ്മയും കുടുംബവും. മിസ്റുകാര് വന്നിട്ട് പറയുന്നു, ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു തങ്ങളോട്, ജീവിതത്തിൽ ഏത് പ്രതിസന്ധികൾ ഞങ്ങളെ തേടിയെത്തിയാലും ഞങ്ങൾ പരിഹാരത്തിന് ഓടി വരാറുള്ളത് നഫീസ ഉമ്മയുടെ സമീപത്തേക്കാണ്. അതുകൊണ്ട് നഫീസ ഉമ്മാന്റെ ജനാസ മിസ്റിൽ നിന്ന് കൊണ്ടുപോകരുത്. അവിടുന്ന് ഈ നാട്ടിൽ തന്നെ മറവ് ചെയ്യപ്പെടണം. എന്നാൽ അത് ഞങ്ങൾക്ക് വലിയ സമാധാനമാണ്. അത് ഞങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാര കേന്ദ്രമായി തീരുന്നതാ. ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു രാത്രി സമയമാണ്, വീട്ടിന്റെ അകത്ത് റൂമിലേക്ക് കയറി വാതിലടക്കുകയാ. മദീനത്തുൽ മുനവ്വറയിലെ നായകരുമായി ബന്ധം സ്ഥാപിക്കുകയാണ്. സ്വലാത്തു സലാം പറഞ്ഞ് തങ്ങളോട് സങ്കടം പറയുകയാ. നാട്ടുകാരെ വന്ന് കൊണ്ടുവരാൻ അനുവദിക്കുന്നില്ല നബിയേ. എന്റെ നഫീസാന്റെ ജനാസ ജന്നത്തുൽ ബഖീൽ മറവ് ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നു. ആ രാത്രിയിൽ അല്പമങ്ങ് കിടന്നു മയങ്ങി. ഉറക്കത്തിൽ വരുന്നു, റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ ഇസ്ഹാഖ് എന്നവരെ, നിങ്ങൾ നഫീസത്തു താഹിറയുടെ ജനാസ മദീന മുനവ്വറയിലേക്ക് കൊണ്ടുവരണ്ട. ആയിരക്കണക്കിന് തവണകളിലായി ഖുർആൻ ഖത്മു തീർത്ത ഖബറില്ലേ, ആ ഖബറിൽ തന്നെ മിസ്റിൽ തന്നെ മറവ് ചെയ്തോളൂ. നഫീസ ബീവിയുടെ ഖബർ മിസ്റിലായാൽ മിസ്റിലെ മുഅ്മിനീങ്ങൾക്ക് മുഅ്മിനാത്തുകൾക്ക് അവര് മുഖേന അല്ലാഹ് റഹ്മത്ത് ചെയ്യുമല്ലോ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദിയായ അയൽവാസി കൊണ്ടുവരികയാ. കിടപ്പ് രോഗിയായ മകളെ നഫീസ ഉമ്മ അവിടുന്ന് ഇബാദത്ത് ചെയ്യുന്ന സ്ഥലത്തങ്ങ് കിടത്തുകയാ. എന്നിട്ട് ഞങ്ങൾ വൈകുന്നേരം തിരിച്ചു വരും, കൊണ്ടുപോയിക്കോളാം. നഫീസ ഉമ്മ മതമൈത്രിയും മതസൗഹാർദ്ദവും കാത്തു സൂക്ഷിച്ചവരാ. ഇസ്ലാമിന്റെ പൂർവികരായ എല്ലാ മഹത്തുക്കളും മറ്റു മതസ്ഥരുമായി വലിയ സൗഹാർദ്ദത്തിൽ കഴിഞ്ഞുകൂടിയവരാ. നഫീസ ഉമ്മ അനുവദിക്കുകയോ വൈകുന്നേര സമയം അയൽവാസിയും അവരുടെ ഭാര്യയും അത് തിരിച്ചു വന്നപ്പോ കിടപ്പ് രോഗിയായ മകളെ കാണുന്നില്ല. വിളിക്കുമ്പോൾ ഓടി വരുന്നു. അത്ഭുതത്തോടെ ചോദിക്കുന്നു, മോളെ എങ്ങനെയാണ് രോഗം മാറിക്കിട്ടിയത്? ഉമ്മ നഫീസ ഉമ്മ നിസ്കരിക്കാൻ വേണ്ടി വുളു എടുത്തപ്പോൾ അവിടുത്തെ മുഖവും കൈകാലുകളും കഴുകിയ വെള്ളം ഞാൻ കിടക്കുന്ന സ്ഥലത്തിന്റെ അരികിലൂടെ ഒഴുകിപ്പോകുമ്പോ എന്റെ കൈ ആ വെള്ളത്തിൽ വെച്ച് എന്റെ ശരീരത്തിൽ സാധ്യമാകുന്ന സ്ഥലത്ത് ഞാൻ അങ്ങ് പുരട്ടിയപ്പോ അല്ലാഹു എന്റെ രോഗം മാറ്റി തന്നതാ. ആ അമുസ്ലിം കുടുംബം എല്ലാവരും നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ സമീപത്ത് വന്ന് ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരികയാ. ഷഹാദ കലിമ ഉച്ചരിക്കുകയാ. ആ നഫീസത്തു താഹിറ വലിയ ഇജാബത്തിന്റെ വിലായത്തിന്റെ വലിയ പദവിയിൽ വിരാജിക്കാൻ കാരണമായത് പരിശുദ്ധ ഖുർആനിന്റെ പാരായണമാ. ഉമ്മമാരെ, സുഹൃത്തുക്കളെ, 63 വർഷക്കാലം ഈ ദുനിയാവിൽ ജീവിച്ച് മരിക്കുമെന്ന് സങ്കൽപ്പിക്ക്. 63 വർഷം ജീവിച്ച എനിക്കും നിങ്ങൾക്കും ഖബറിലേക്ക് കൊണ്ടുപോകാൻ ഒരു വർഷത്തിനു പകരം ഒരു ഖത്മുൽ ഖുർആൻ എന്ന രീതിയിൽ ഒരു 63 ഖത്മുൽ ഖുർആൻ ഉണ്ടോ? ഒരു ഗസറ്റഡ് ഓഫീസറാണ് കഴിഞ്ഞ വർഷത്തെ റമദാനിൽ ഫറൂഖ് ഭാഗത്ത് വാഴ് കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോ ഉസ്താദേ ദുആ ചെയ്യണമെന്ന് പറഞ്ഞത്. ചോദിച്ചപ്പോൾ ആ സഹോദരൻ പറയാണ്, ഞാൻ ഈ റമദാനിൽ അല്പം ദിവസങ്ങൾ ലീവ് എടുത്തു, ഓഫീസിൽ പോയില്ല, ഖുർആൻ ഓതാൻ വേണ്ടി ചെലവഴിച്ചു. അൽഹംദുലില്ലാഹ് 8 തവണ ഖത്മ് തീർക്കാൻ കഴിഞ്ഞു. റബ്ബ് സ്വീകരിക്കാൻ ദുആ ചെയ്യണേ. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് റമദാനിലെ 3 ദിവസത്തെ തറാവീഹ് നിസ്കാരത്തിൽ മാത്രമായി ഒരു പ്രാവശ്യമാണ് ഖത്മുൽ ഖുർആൻ തീർത്തത്. അതേ 30 ദിവസം തറാവീഹിൽ മാത്രമായി 10 പ്രാവശ്യം ഖത്മ് ചെയ്തു എന്ന് അവിടുത്തെ മനാഖിബിൽ കാണാം. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു റമദാനിൽ പകലിൽ 1 രാത്രിയിൽ 1 30 ദിവസം കൊണ്ട് 60 ഖത്മ് തീർത്തു എന്ന് അവിടുത്തെ മനാഖിബിൽ വായിക്കാം. കഴിയുമോ? ശ്രമം നടത്തിയാൽ കഴിയുന്നതാണ്. കുറഞ്ഞ സമയം കൊണ്ട് ധാരാളം ഓതി തീർക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രത്യേക മഹത്വം നൽകുന്നതാ ഖുർആനിന് കേട്ടോ. സമകാലികരിൽ ഖബറിലേക്ക് അധ്വാനിക്കുന്നു, സ്വർഗം സമ്പാദിക്കാൻ അവര് പണിയെടുക്കുന്നു. അലസത പിടികൂടിയാൽ, അമാന്തിച്ചു നിന്നാൽ, മരണം വന്ന് പിടികൂടുമ്പോ വിരല് കടിക്കേണ്ടി വരുമല്ലോ. ഖബറിലേക്ക് പോകുമ്പോൾ ഖേദിക്കേണ്ടി വരുമല്ലോ. ആ ഒരു ചിന്ത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അല്ലാഹു തആല ഖബറിലേക്ക് അധ്വാനിക്കാൻ, ആഖിറം സമ്പാദിക്കാൻ, നല്ല നല്ല അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ.